പാഠം 371. ഇങ്ങനെയും സ്നേഹിക്കാം. വരുന്നു മോനട്ടാ. എന്താ മോനട്ടാ? ഇത് കണ്ടോ നീ? എന്താ? റവന്യൂ വകുപ്പിലെ ലോവർ ഡിവിഷൻ ക്ലാർക്ക് ഡിവിഷനിലേക്ക് PSC അപേക്ഷ വിളിച്ചു. എഴുതിയാലോ? മോഹനേട്ടൻ ഇപ്പൊ അപ്പർ ഡിവിഷൻ ക്ലർക്ക് അല്ലേ? ഇനി എന്തിനാ ലോവർ ഡിവിഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് പരീക്ഷ എഴുതുന്നത്? എന്റെ കാര്യമല്ല പറഞ്ഞത്, നിന്റെ കാര്യ. എന്റെ കാര്യോ? അതെ. ഈ വക്കീൽ പണിയൊക്കെ എത്ര കാലത്തേക്കാണ് ആര് കണ്ടു ഭാമേ? ഇപ്പൊ ഈ പരീക്ഷ എഴുതി ജയിച്ച് ഒരു ജോലി കിട്ടിയാൽ ഭാവി സുരക്ഷിതമാവും. മോഹനേട്ടൻ എന്ത് ഭ്രാന്താ ഈ പറയണത്? സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്നത് എങ്ങനെ ഭ്രാന്താവും? ഭാമേ, ഈ കാലത്ത് ആകപ്പാടെ ഉറപ്പുള്ള ഒരു ജോലി എന്ന് പറയുന്നത് സർക്കാർ ജോലിയാണ്. വിരമിക്കുന്നത് വരെ സുഖമായി ജീവിക്കാം. വിരമിച്ചു കഴിഞ്ഞാലും മരിക്കുന്നത് വരെ പെൻഷൻ കിട്ടും. ഇങ്ങനെ വേറെന്ത് ജോലിയുണ്ട്? മോഹനേട്ടാ, എനിക്കിപ്പോ അന്തസ്സുള്ള ഒരു ജോലി ഉണ്ടല്ലോ. നാട്ടിലെ അറിയപ്പെടുന്ന ക്രിമിനൽ വക്കീലാണ് ഞാൻ. ആ തൊഴിൽ കളഞ്ഞ് ഏതെങ്കിലും സർക്കാർ ഓഫീസിൽ പോയിരുന്ന ഫയൽ നോക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല. ഈ വക്കീൽ ജോലിക്ക് എന്ത് ഉറപ്പാണുള്ളത് ഭാമേ? ഇപ്പൊ നിനക്ക് കുറച്ച് കേസ് കിട്ടുന്നുണ്ടെന്നുള്ളത് നേരാ. പക്ഷേ അത് എല്ലാ കാലത്തും ഉണ്ടാവുന്നുള്ളതിന് എന്തുറപ്പുള്ളത്? ഏതെങ്കിലും പ്രമാദമായ ഒരു കേസിൽ നീ തോറ്റാൽ അതോടെ തീരില്ലേ ഈ പേര് പ്രശസ്തിയൊക്കെ? പിന്നെ ആരെങ്കിലും നിന്നെ ജോലിക്ക് വിളിക്കുവോ? പിന്നീടുള്ള കാലം ഒരു ജോലിയും ചെയ്യാതെ ആ കറുത്ത കോട്ടും കെട്ടിപ്പിടിച്ചങ്ങ് ഇരിക്കേണ്ടി വരും. അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാല് ഈ ലോകത്ത് ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ മോഹനേട്ടാ? നമ്മുടെ നാട്ടിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ അല്ലാതെ ജോലി ചെയ്യുന്നവരാണ് കൂടുതല്. അവർക്കൊക്കെ ഈ പ്രശ്നമില്ലേ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ സർക്കാർ ജോലിക്ക് അപേക്ഷ വിളിക്കുമ്പോ ആളുകൾ കൂട്ടത്തോടെ അപേക്ഷ അയക്കുന്നത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ അഭിമാനിക്കാവുന്ന കാര്യമല്ലേ ഭാമേ? അതെ ആയിരിക്കും. പക്ഷേ എനിക്കത് അത്ര വലിയ അഭിമാനമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ ഉറക്കളച്ചിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് LLB പാസ്സായത് അന്തസ്സായി കോടതിയിൽ പോയി നിന്ന് കേസ് വാദിക്കാനാണ്. അല്ലാതെ റവന്യൂ വകുപ്പിലെ ഏതെങ്കിലും ഓഫീസിൽ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുത്തിക്കുറിക്കാനല്ല. അഹങ്കാരം. സർക്കാർ ജോലിയുടെ മഹത്വം അറിയാത്തതുകൊണ്ടുള്ള അഹങ്കാരം. അഹങ്കാരി. ആഹാ ഭാമേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. നീ വിചാരിക്കുന്നത് പോലെ ചെറിയൊരു കാര്യമല്ല ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത്. അത് മോഹനേട്ടൻ പറഞ്ഞല്ലോ. മാസാമാസം കൃത്യമായി ശമ്പളം കിട്ടും. ഒരു ജോലിയും ചെയ്തില്ലെങ്കിലും കിട്ടാനുള്ള കാശ് കുറയില്ല. പിന്നെ പെൻഷൻ തുടങ്ങിയ സകല ആനുകൂല്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോ മോഹനേട്ടൻ പറയാത്ത ഒരു സൗകര്യവും കൂടി ഉണ്ട്. വേണമെങ്കിൽ കൈക്കൂലി വാങ്ങാം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു വക്കീൽ ജോലിയുടെ സുഖം സർക്കാർ ജോലിക്ക് ഇല്ല. ഇത് നിന്റെ അറിവില്ലായ്മ. സുപ്രീം കോടതി ജഡ്ജിയെ പറ്റി നിന്റെ അഭിപ്രായം എന്താണ്? അതൊന്നും പ്രത്യേകിച്ച് പറയാൻ നല്ല അഭിപ്രായം. പറഞ്ഞു വരുമ്പോ അത് സർക്കാർ ജോലിയല്ലേ? ഹൈക്കോടതി ജഡ്ജിമാരും കോടതി ജീവനക്കാരും ഒക്കെ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? വക്കീലന്മാരുടെ കാര്യം തന്നെ എടുത്താലും സർക്കാർ വക്കീലന്മാർ ഫലത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ? മോഹനേട്ടാ, സുപ്രീം കോടതി ജഡ്ജി എന്നും സർക്കാർ വക്കീലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ജോലി തന്നെയാണ്. അങ്ങനെ ഒരു ജോലിയാണ് കിട്ടുന്നതെങ്കിൽ ഞാൻ അതിന് പോവുകയും ചെയ്യും. പക്ഷേ മോഹനേട്ടൻ എന്നോട് എഴുതാൻ പറഞ്ഞ പരീക്ഷ ഏതാണ്? റവന്യൂ വകുപ്പിലെ LD ക്ലാർക്കിന്റെ തസ്തികയിലേക്ക്. അതൊരു ജോലിയായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല. സർക്കാർ ജോലിയാണെന്ന് കരുതി എന്ത് ജോലി ചെയ്യാൻ പറ്റൂ? ഭാമേ, ജോലി തുടക്കത്തിൽ LD ക്ലാർക്ക് ആയിരിക്കുന്നുള്ളത് ശരിയാണ്. പിന്നെ പ്രൊമോഷൻ കിട്ടി UD ക്ലാർക്ക് ആവുമല്ലോ. അത് കഴിഞ്ഞ് സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ, പിന്നെ വില്ലേജ് ഓഫീസർ. വില്ലേജ് ഓഫീസർ എന്ന് പറഞ്ഞ അന്തസ്സും അഭിമാനമുള്ള ജോലിയല്ലേ? മോഹനേട്ടാ, സ്വയം ഒരു തീരുമാനം എടുക്കാനാവാത്ത ഒരു ജോലി എനിക്ക് വേണ്ട. ഇപ്പോഴത്തെ അവസരം നോക്കിയേ. ഒരു കക്ഷി എന്നെ കാണാൻ വരുന്നു, കേസിന്റെ കാര്യം പറയുന്നു. ആ കേസ് ഏറ്റെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അത് എന്റെ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്. പക്ഷേ മോഹനേട്ടന് പറ്റുമോ? കരമടയ്ക്കാൻ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ കരം വാങ്ങി രസീത് കൊടുത്തല്ലേ പറ്റൂ. അതൊക്കെയാണോ വലിയ കാര്യം? എനിക്കതൊക്കെ വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെ ഒരു ഓഫീസിൽ പോയി രാവിലെ മുതൽ വൈകിട്ട് വരെ ഫയൽ നോക്കി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതില് എന്താ മോഹനേട്ട ഒരു പുതുമയുള്ളത്? ജീവിതത്തിൽ കുറച്ച് ത്രില്ലൊക്കെ വേണ്ടേ?
വക്കീല് പണി അതിന് ബെസ്റ്റാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും സർക്കാർ ഉദ്യോഗത്തിന് അത്ര നന്നാവില്ല. ആ അത് മോഹനേട്ടന് മാത്രം തോന്നുന്നതാണ്. ഇനിയിപ്പോ എന്റെ മനസ്സ് മാറി ഏതെങ്കിലും സർക്കാർ ജോലിക്ക് ശ്രമിക്കുകയാണെങ്കിൽ പോലും റവന്യൂ വകുപ്പിൽ ഞാൻ ടെസ്റ്റ് എഴുതുന്ന പ്രശ്നം ഉണ്ടാവില്ല. ആ റവന്യൂ വകുപ്പിന് എന്താ കുഴപ്പം? കുഴപ്പം റവന്യൂ വകുപ്പിന്റെ അല്ല, അവിടെയുള്ള ചില ഓഫീസർമാരുടേതാണ്. ഞാനിപ്പോ മോഹനേട്ടൻ പറഞ്ഞതുപോലെ LD ക്ലാർക്ക് പരീക്ഷ എഴുതി തന്നെ ഇരിക്കട്ടെ. ഞാനാളും മെഡിക്കായതുകൊണ്ട് പരീക്ഷ ജയിക്കും, LD ക്ലാർക്ക് ആവും. പിന്നെന്താണ് സംഭവിക്കുക? പിന്നെന്താ സംഭവിക്കുക? ആ ജോലി ചെയ്യണം, മാസം മാസം ശമ്പളം വാങ്ങണം. അവിടെയും ഉണ്ടല്ലോ മോഹനേട്ട പ്രശ്നം. എന്റെ കാലക്കേടിന് മോഹനേട്ടൻ വില്ലേജ് ഓഫീസർ ആയിരിക്കുന്ന വില്ലേജ് ഓഫീസിലേക്ക് എനിക്ക് നിയമനം കിട്ടിയതെന്ന് ഇരിക്കട്ടെ, പിന്നെ എന്തായിരിക്കും അവസ്ഥ? നല്ല കാര്യല്ലേ? ഭാര്യയും ഭർത്താവും ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്നത് വളരെ നല്ല കാര്യമല്ലേ? മറ്റുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ അത് ശരിയാണ്, പക്ഷേ നമ്മുടെ കാര്യത്തിൽ അത് വലിയ പ്രശ്നമാവും. വീട്ടിലെ വഴക്ക് ഇത്രയാണെങ്കിൽ ഓഫീസിലെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെ എനിക്ക് തിരിച്ചു 4 വർത്താനെങ്കിലും പറയാം. ഓഫീസിൽ അത് പറ്റൂ. മോഹനേട്ടൻ ഓഫീസറും ഞാൻ LD ക്ലാർക്കും അല്ലേ? അപ്പോൾ വീട്ടിലുണ്ടാകുന്ന സകല പ്രശ്നത്തിന്റെയും പേരിൽ മോഹനേട്ടൻ ഓഫീസിൽ വെച്ച് എന്നോട് പ്രതികാരം ചെയ്യും. ഒടുവിൽ സഹിക്കെട്ട് ഒരു ദിവസം രാത്രി ഞാൻ മോഹനേട്ടന് തരുന്ന അത്താഴത്തിൽ വിഷം കലക്കി. എനിക്കത് ചെയ്യാനല്ലേ പറ്റൂ, അതോടെ ഞാൻ ജയിലിലാവും. അറിഞ്ഞോണ്ടൊരു പരീക്ഷ എഴുതി ജയിലിൽ പോകാൻ ആരെല്ലാം തയ്യാറാവോ മോഹനേട്ട? ഈശ്വരാ. ആഹാ, ഭാമേ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നെനിക്കറിയാം. പക്ഷേ ഇപ്പോ നിന്റെ നന്മയെ കരുതി ഞാൻ പറയുന്ന ഈ കാര്യം നീ അനുസരിച്ചില്ലെങ്കിൽ ഭാവിയിൽ നീ തന്നെ അനുഭവിക്കും. എന്തനുഭവിക്കാൻ? മോഹനേട്ടാ, എനിക്ക് സർക്കാർ സർവീസ് ജോലി കിട്ടണമെന്ന് മോഹനേട്ടൻ അത്ര നിർബന്ധമാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. റവന്യൂ വകുപ്പിൽ അല്ലാതെ എവിടെയെങ്കിലും ഒരു തസ്തിക വരുമ്പോൾ നമുക്ക് PC പരീക്ഷ എഴുതാം. ഈ തസ്തികയ്ക്ക് എന്താ കുഴപ്പം? ഭാമേ, സർക്കാർ ജോലി ഏതാണെങ്കിലും നല്ലതാണ്. നിനക്കാണെങ്കിൽ അത്യാവശ്യം ബുദ്ധിയുള്ളത് കൊണ്ട് പരീക്ഷ എഴുതി ജയിക്കുകയും ചെയ്യും. എങ്ങനെ 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 ആ പറഞ്ഞ കേട്ടിരിക്കും. ആ പറയുന്നോട് പറയൂ. എന്ത്? അല്ല, എനിക്ക് അത്യാവശ്യം ബുദ്ധിയുണ്ടെന്നപ്പോ വിലയാപി സമ്മതിച്ചു. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. നീ എഴുതാൻ പോകുന്നത് റവന്യൂ വകുപ്പിലെ ഒരു ലോവർ ഡിവിഷൻ ക്ലാർക്കിന്റെ തസ്തികയിലേക്കാണല്ലോ. സിവിൽ സർവീസ് പരീക്ഷ ഒന്നുമല്ലല്ലോ. LD ക്ലാർക്ക് പരീക്ഷ എഴുതാനുള്ള ബുദ്ധിയൊക്കെ എനക്ക് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. വില്ലേജ് ഓഫീസറും പണ്ട് എഴുതി ജയിച്ചത് ആ പരീക്ഷ ആണെന്നുള്ള കാര്യം സാറ് മറക്കണ്ട. പക്ഷേ അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി വില്ലേജ് ഓഫീസറായില്ലേ? ഇതാണ് മോഹനേട്ട ഈ സർക്കാർ സർവീസിന്റെ കുഴപ്പം. പഠിച്ച് പരീക്ഷ എഴുതി ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയും പഠിക്കണം. അങ്ങനെ മരിക്കുന്നത് വരെ പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്റെ വക്കീൽ ജോലിക്ക് ഇതൊന്നും വേണ്ട. ഞാൻ ഒരു സർക്കാർ സർവീസിലേക്കും വരുന്നില്ലേ. ഉള്ള വക്കീൽ പണി കൊണ്ട് കഞ്ഞി വെള്ളം കുടിച്ച് സമാധാനമായിട്ട് ഞാൻ കഴിഞ്ഞോളാം. ഫോൺ ബെല്ലടിക്കുന്നു. എനിക്ക് ഇറങ്ങാൻ നേരായി. ഫോൺ എനിക്കാണെങ്കിൽ ഞാൻ ഇറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞ് ഓഫീസിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി. ഉത്തരവ്. ഹലോ, അതെ. ആ, വിദ്യാലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? ഉവ്വ്, അയച്ചിരുന്നു. ഓ, അത് ഞാൻ അറിഞ്ഞില്ല. ആ, ഞാൻ ഓഫീസിൽ വരുമ്പോ നോക്കിയോളാം. അടുത്ത ശനിയാഴ്ചയാണോ? സത്യം പറഞ്ഞ എന്റെ അപേക്ഷ തള്ളിന്നാ ഞാൻ കരുതിയേ. ശരി, ഇതറിഞ്ഞ് മോഹനേട്ടൻ സന്തോഷാവും. ആ, വില്ലേജ് ഓഫീസറാ, നാക്ക് കൊള്ളാലോ. വക്കീലേ, നമസ്കാരം വക്കീലേ. എന്താ ഉത്തമ? വക്കീലെ, PWDക്കാര് ഭൂമി ഏറ്റെടുത്തതിന്റെ പൈസയില്ലേ, ആ ശേഖരൻകുട്ടിക്ക് ഇതുവരെ കിട്ടിയില്ല. ഇന്നലെ ചെക്ക് കൊടുക്കാന്ന് പറഞ്ഞതിനനുസരിച്ച് ശേഖരൻകുട്ടി സ്പെഷ്യൽ തഹസീൽദാരുടെ ഓഫീസിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോ കാശ് ശരിയായിട്ടില്ലെന്നാണ് അവര് പറയുന്നത്. ഇത് വലിയ കഷ്ടമാണല്ലോ. ശേഖരൻകുട്ടിക്ക് കാശ് കൊടുക്കാൻ കോടതി വിധി വന്നിട്ട് നാളെത്രയായി. ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഉത്തമ. ഒരു കാര്യം ചെയ്യും, ശേഖരൻകുട്ടിയോട് വക്കീൽ ഓഫീസിലേക്ക് വന്ന് ഒരു വക്കാലത്തും കൂടെ ഒപ്പിട്ട് തരാൻ പറ. ഈ കാര്യത്തിൽ ഇനിയും കോടതി പോയതന്നെ വഴിയുള്ളൂ. ഉത്തമ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഇപ്പൊ വിദ്യാലക്ഷ്മി വിളിച്ചു പറഞ്ഞതേ ഉള്ളൂ. ഈ വാർത്ത ആരോട് പറയുന്നു ഓർത്തിരുന്നപ്പോഴാണ് ഉത്തമം വന്നത്.
അപ്പോ സംഭവം ഉത്തമം തന്നെ ആദ്യം അറിയട്ടെ. എന്താണ് വക്കീല് പറ. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് PSC അപേക്ഷ വിളിച്ചിരുന്നു. ഞാൻ അപേക്ഷ അയച്ചതാ. ഇപ്പോ ഹാൾ ടിക്കറ്റ് ഓൺലൈനിൽ വന്നിട്ടുണ്ടെന്നാണ് വിദ്യാലക്ഷ്മി പറഞ്ഞത്. അടുത്ത ശനിയാഴ്ച പരീക്ഷ. വക്കീൽ സർക്കാർ ജോലിക്ക് പോകുന്നത്? അതെന്താ? ഡിഗ്രിയുള്ള ആർക്കും പരീക്ഷ എഴുതാ? എനിക്ക് നിയമത്തിലാണ് ഡിഗ്രി എന്നല്ലേ ഉള്ളൂ. അല്ല മോനേജ് സാർ സമ്മതിക്കുവോ? സമ്മതിക്കാതെ പിന്നെ എന്നെ എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാക്കാൻ നേർന്നിരിക്കല്ലേ മോഹനേട്ടൻ. ഇന്ന് രാവിലെയും കൂടി ഞങ്ങൾ റവന്യൂ വകുപ്പിലെ ഒരു PSC പരീക്ഷയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അതിനെന്തായാലും ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. ഞാനും മോഹനേട്ടനും കൂടി ഒരേ ആഫീസിൽ ജോലി ചെയ്താലുണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉത്തമൻ അറിയാലോ. പിന്നെ ആ ആഫീസ് കുരുക്ഷേത്രമായിരിക്കും. അതെ, ഇതാവുമ്പോ സെക്രട്ടേറിയറ്റിലാണ്. അപ്പൊ പിന്നെ ഈ വഴക്ക് ബഹളമൊന്നും ഉണ്ടാവില്ലല്ലോ. എങ്ങനെങ്കിലും സർക്കാർ ഉദ്യോഗം കിട്ടാനുള്ള വഴി നോക്കണമെന്ന് മോഹനേട്ടൻ പറഞ്ഞ ഇന്ന് തന്നെ ആ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ജോലി എനിക്ക് കിട്ടുമെന്ന് തന്നെയാണ്. മോഹനേട്ടൻ നാവ് പൊന്നാവട്ടെ. അപ്പൊ എനിക്കിനി ഒരു ആവശ്യം വരുമ്പോ വേറെ വക്കീലിനെ അന്വേഷിക്കേണ്ടി വരും. അതൊക്കെ എന്തായാലും വേണ്ടി വരും. മോഹനേട്ടൻ പറയുന്നത് പോലെ നാട്ടിൽ 1,000 വക്കീലന്മാരല്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? അപ്പൊ ശേഖരൻകുട്ടിയോട് വക്കീൽ അഫ്സലിക്ക് വരാൻ പറയും. സർക്കാർ ജോലിക്ക് പോകുന്നതിന് മുന്നേ ഏറ്റെടുത്തിരിക്കുന്ന കേസൊക്കെ തീർക്കണമല്ലോ. അപ്പൊ വക്കീലിന്റെ പാട് നോക്കിപ്പോയി. ഇനി വേറെ വക്കീലിനെ കണ്ടുപിടിക്കണം. ആ സത്യപാല, ഒരു വിവരം അറിഞ്ഞോ? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് PSC പരീക്ഷയ്ക്ക് ഞാനൊരു അപേക്ഷ അയച്ചിരുന്നു. അതിന് ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. അടുത്ത ശനിയാഴ്ച പരീക്ഷ. പിന്നെ ഞാൻ പരീക്ഷ എഴുതി ജയിക്കാതിരിക്കൂ? അപ്പൊ പിന്നെ സത്യഭാമ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാവും. നിങ്ങളൊക്കെ ഈ വക്കീൽ പണി കൊണ്ട് നടന്നു. ശരി. ഹലോ, അതെ ഉത്തമനാണ്. ഓയ്യോ, അതിനിപ്പോ ഇന്ന് നടക്കും തോന്നല്ലേ? മണി 5 ആയില്ലേ? നീ ഒരു കാര്യം ചെയ്, നാളെ രാവിലെ പുഷ്കറിന്റെ ബേക്കറിയുടെ ഫ്രണ്ടിൽ നില്ല്, ഞാൻ അവിടെ വരാം. ശരി 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 ശരി. ആ മണി 5 അല്ല, 5:15 മോനൊരു സാറല്ലേ വരുന്നത്. നമസ്കാരം സാറേ. സാറിന് കോൾ അടിച്ചല്ല? എന്താ കാര്യം? ഞാൻ ഒന്നും അറിഞ്ഞില്ലെന്ന് കരുതരുത്. വക്കീൽ എന്നോടെല്ലാം പറഞ്ഞു. ഞാൻ രാവിലെ വക്കീലിനെ കാണാൻ വീട്ടിലോട്ട് പോയിരുന്നു. വക്കീൽ ഓഫീസിലോട്ട് വിളിച്ചപ്പോ പറഞ്ഞില്ലേ? അവളെ ഓഫീസിലേക്ക് വിളിച്ചില്ലല്ലോ. അത് ശരി. സാറിന്റെ വർഷങ്ങളായ ആഗ്രഹത്തിന്റെ ഭാഗമായി വക്കീൽ PSC പരീക്ഷ എഴുതാൻ പോണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. എന്ത് സാറേ ഇങ്ങനെ നോക്കണേ? എന്റെ മുഖത്ത് നോക്കിയാണ് വക്കീൽ പറഞ്ഞത് PSC പരീക്ഷ എഴുതാൻ പോണെന്ന്. അപ്പോൾ സമ്മതിച്ചോ? പിന്നല്ലേ, അപേക്ഷ അയച്ചെന്റെ ഹാൾ ടിക്കറ്റ് വന്നെന്നും അടുത്ത ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ചാണ് പരീക്ഷ എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. ഹാൾ ടിക്കറ്റാ? അപേക്ഷ അയക്കുന്നതിന് മുമ്പ് എങ്ങനെ ഹാൾ ടിക്കറ്റ് കിട്ടുന്നത്? അല്ല, ഈ അപേക്ഷ അയച്ചിട്ടായിരിക്കുമല്ലോ ഹാൾ ടിക്കറ്റ് വന്നത്. ശനിയാഴ്ച തിരുവനന്തപുരത്താണ് പരീക്ഷ എന്ന്, സെക്രട്ടേറിയറ്റിലാണ് ജോലി എന്ന് പറഞ്ഞു. സെക്രട്ടേറിയറ്റിലോ? ആ അതെ. മോനാണ് സാറ് സമ്മതിക്കുമോ വക്കീലെന്ന് ഞാൻ ചോദിച്ചപ്പോ വക്കീൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ കാണണമെന്നതാണ് സാറിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് എന്റെ അടുത്ത് പറഞ്ഞു. എന്നാൽ ഈ സെക്രട്ടേറിയറ്റിലൊക്കെ ജോലിക്ക് പോയാൽ ജമ്മത്ത് ഒരുമിച്ച് താമസിക്കാൻ പറ്റുമോ സാറേ? ഈ സെക്രട്ടേറിയറ്റിൽ നിന്ന് എങ്ങ് സ്ഥലം മാറ്റം കിട്ടുകയില്ല. അല്ലെങ്കിൽ സാറ് സ്ഥലം മാറ്റം വാങ്ങി അങ്ങോട്ട് ചെല്ലണം. എന്നാലും അതൊക്കെ എത്ര കാലത്തേക്ക്? ഞാൻ പോട്ടെ സാറേ. ഇപ്പൊ തന്നെ താമസം പോയി. സെക്രട്ടേറിയറ്റ് ജോലിക്ക് പോകാനോ? ഈശ്വര, ഇത് ശരിയാവില്ല.
ഭാമേ ഭാമേ മോഹനയുടെ കുറച്ച് താമസിച്ചല്ലോ. എനിക്ക് ഒരു ഭയങ്കര സന്തോഷ വാർത്ത പറയാനുണ്ട്. സത്യം പറഞ്ഞ അത് അറിഞ്ഞപ്പോ തന്നെ വില്ലേജ് ആപ്സിലേക്ക് വിളിച്ചാലോ എന്ന് ഞാൻ ആലോചിച്ചതാ. പിന്നെ വിചാരിച്ചു നേരിട്ട് കാണുമ്പോ പറയാന്ന്. അല്ലെങ്കിലും ഇത്തരം കാര്യങ്ങൾ നേരിട്ടല്ലേ പറയേണ്ടത്. കഥയൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ഒരു ചായ എടുക്ക. ഭയങ്കര ക്ഷീണം. ഇന്നത്തെ കാര്യമൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. എന്തുപറ്റി? എന്തു പറ്റാൻ? എന്റെ ഭാമേ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയത് മുതൽ ഇതുവരെ നിന്ന് തിരിയാൻ നേരം കിട്ടിയിട്ടില്ലെന്നേ. രാവിലെ ആഫീസിൽ ചെന്നപ്പോ തുടങ്ങി തിരക്കാ. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും നേരം കിട്ടില്ലായിരുന്നേ. സത്യത്തിൽ ഇങ്ങനെ ഭക്ഷണം പോലും ഉപേക്ഷിച്ച് ജോലി ചെയ്യുന്നതിനാണ് തോന്നിപ്പോ എനിക്ക്. മോഹനേട്ടനോ? സാധാരണ മോഹനേട്ടൻ തിരിച്ചാണല്ലോ പറയാറ്, ഭക്ഷണത്തിനേക്കാളും വലുത് ജോലിയാണെന്ന്. പക്ഷെ അങ്ങനെ വിചാരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഈ സർക്കാർ ഓഫീസിലെ ജോലി ഭാരത്തെ പറ്റി നിനക്ക് അറിയാഞ്ഞിട്ടാ. അക്കൂട്ടത്തിൽ മേലുദ്യോഗസ്ഥന്മാരുടെ വഴക്ക് വേറെയും. നമുക്ക് തിരിച്ചല്ലോ പറയാൻ പറ്റുമോ? ഓഹ്, ഇത് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സർക്കാർ ജോലിക്ക് കയറുകയില്ലായിരുന്നു. മോഹനേട്ടൻ എന്നെ കളിയാക്കാണോ? കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാ. ഇത്രയും ജോലി കിട്ടും എനിക്ക് കിട്ടുന്ന ശമ്പളം എത്ര? നിസ്സാരമാണ്. ഇത്രയും ജോലി ഒരു സ്വകാര്യ കമ്പനി ചെയ്താ ഇതിന് ഇരട്ടി കാശ് കിട്ടില്ലേ? മോഹനേട്ടനല്ലേ പറഞ്ഞത് മോഹനേട്ടന് മാസം 25,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്, ഒരു സാധാരണ കുടുംബത്തിന് സുഭിക്ഷമായി ജീവിക്കാൻ അതൊക്കെ മതിയെന്ന്. പണ്ടാണെങ്കിൽ അതൊക്കെ മതിയായിരുന്നു. ഈ കാലത്ത് ആകാശമൊന്നും തികയില്ല. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം. പുതുതായിട്ട് സർവീസ് കയറുന്നവർക്ക് ആകെ കിട്ടുന്നത് 8,000 9,000 രൂപയാണ്. കൂലിപ്പണിക്ക് പോയാലും ഇതിനേക്കാൾ കിട്ടില്ലേ? കഷ്ടം. സർക്കാർ ജോലിയുണ്ട്. മോഹനേട്ടൻ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് സർക്കാർ ജോലി. സർക്കാർ ഉദ്യോഗസ്ഥനായിരിക്കുന്നതിൽ അഭിമാനിക്കണം. സർക്കാർ ജോലി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഭാവി സുരക്ഷിതമായി, വിരമിച്ചാലും മരിക്കുന്നത് വരെ പെൻഷൻ കിട്ടും. അങ്ങനെ എന്തൊക്കെയാണ് രാവിലെ എന്നോട് പറഞ്ഞു കൂട്ടിയത്? അതിപ്പോ നമ്മളൊരു കാര്യം പറയുന്നത് അപ്പോഴുള്ള നമ്മൾ അറിവ് വെച്ചാണല്ലോ. അറിവ് തെറ്റാണെന്ന് മനസ്സിലാകുമ്പോ നമ്മൾ തിരുത്തണ്ടേ? അതായത് സർക്കാർ ജോലി തീരെ മോശപ്പെട്ട ഏർപ്പാടാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇപ്പോഴെനിക്കത് മനസ്സിലാവുന്നത്. ഒരു തെറ്റുപറ്റിയെന്ന് മനസ്സിലായാൽ തിരുത്തുക തന്നെയാണ് വേണ്ടത്. സർക്കാർ ജോലി അത്ര മോശമാണെന്ന് ബോധ്യപ്പെട്ട നിലയ്ക്ക് മോഹനേട്ടൻ ഈ വില്ലേജ് ഓഫീസർ ജോലി അങ്ങ് രാജിവെച്ചേക്കാം. അങ്ങനെ രാജിവെക്കാൻ പറ്റുമോ? എന്ത്? എനിക്ക് വേറെ ജോലിയില്ലല്ലോ. ഉള്ള ജോലി കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകുന്നത് ബുദ്ധിയല്ല. അമ്മേ, ഞാൻ എന്തായാലും ഇതിൽ പെട്ടുപോയി. ഇനി വരുന്നവരോടാണ് ഞാനിത് പറയുന്നത്. പുതിയതായി സർക്കാർ സർവീസിലേക്ക് വരുന്ന എല്ലാവരോടും ഞാനിത് പറയും. അത് വേണ്ട 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 എന്ന്. അപ്പോൾ ഞാൻ സർക്കാർ സർവീസിൽ കയറുന്നതിനോട് മോഹനേട്ടൻ ആദ്യ അഭിപ്രായമാണ്. പിന്നെ ഞാനിന്ന് രാവിലെ എന്നോട് പറഞ്ഞില്ലേ, റവന്യൂ വകുപ്പിലെ LD ക്ലാർക്കിനുള്ള തസ്തികയിലേക്കുള്ള പരീക്ഷ എഴുതാനായിട്ട് നിനക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞത് നന്നായി. ഇനിയിപ്പോ ഞാൻ നിർബന്ധിച്ചതിന്റെ പേരിൽ നീ ആ പരീക്ഷ എഴുതി ജയിച്ച് ജോലി അങ്ങനെ കിട്ടിപ്പോയാ ഭാവിയിൽ നീ എന്നെ ശപിച്ച് കൊന്നേനെ. എന്റെ മോഹനേട്ട, അന്തസ്സുള്ളൊരു ജോലി ഉണ്ടായിരുന്നത് കളഞ്ഞിട്ട് എന്നെ ഈ സർക്കാർ സർവീസിലേക്ക് വലിച്ചിട്ട് കളഞ്ഞല്ലോ എന്ന്. അപ്പോ റവന്യൂ വകുപ്പിലെ പരീക്ഷ ഞാൻ എഴുതണ്ട? റവന്യൂ വകുപ്പിലെന്നല്ല, ഒരു വകുപ്പിലെയും പരീക്ഷ എഴുതേണ്ട കാര്യമില്ല. നിനക്കൊരു ജോലി ഉണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ ഒരു വക്കീൽ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമാണോ? ഒരു LD ക്ലർക്കിനെ ആരെങ്കിലും മൈൻഡ് ചെയ്യൂ? അതുപോലല്ല ഒരു വക്കീൽ, അഡ്വക്കേറ്റ് സത്യഭാമ എന്ന് പറയുന്നത് തന്നെ കേൾക്കാൻ ഒരു ചേലുണ്ട്. നീ എന്നും വക്കീലായിട്ടിരുന്നാ മതി. എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എന്താ വിശ്വസിക്കാൻ പ്രയാസം? നീ പറഞ്ഞതുപോലെ വക്കീൽ ജോലി എന്ന് പറയുമ്പോ ഒരു സ്വാതന്ത്ര്യമുണ്ട്. സർക്കാർ ജോലി അതൊന്നുമില്ല. ആകെയുള്ളൊരു ഗുണം വിരമിച്ച പെൻഷൻ കിട്ടുന്നതാ. അതും എത്ര കാലത്ത് കിടന്ന് കണ്ടറിയണം. ഈ പെൻഷനൊക്കെ നിർത്താൻ സർക്കാർ ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ റവന്യൂ വകുപ്പിലെ PC പരീക്ഷ എഴുതണ്ട? റവന്യൂ വകുപ്പിലെന്ന് മാത്രമല്ല, ഒരു പരീക്ഷ എഴുതണ്ട. വേറെ ഏതെങ്കിലും വകുപ്പിൽ ചെന്നാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. സർക്കാർ ജോലി ഒന്നും. വേറെ വകുപ്പിൽ ഞാൻ അപേക്ഷിച്ച കാര്യം മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു? പിടികിട്ടേ, സംഭവം പിടികിട്ടേ.
മോഹനേട്ടാ, വരുന്ന വഴിക്ക് അങ്ങനെ ഉത്തമനെ കണ്ടിരുന്നോ? കണ്ടു. ഇല്ല, കണ്ടില്ല. എന്താ ചോദിച്ചേ? എനിക്ക് ഉത്തമനെ കൊണ്ടൊരു സഹായം ആവശ്യമുണ്ടായിരുന്നു. ആളിപ്പോ എവിടെയുണ്ടോ എന്തോ. എന്താ കാര്യം പറ. എനിക്ക് അടുത്ത ശനിയാഴ്ച തിരുവനന്തപുരം വരെ ഒന്ന് പോണം. വെളുപ്പിനുള്ള ട്രെയിനിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യിക്കാനാ. ഇത്ര നേരം ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ സർക്കാർ ഉദ്യോഗം കൊണ്ട് ഈ കാലത്ത് ഒരു ഗുണമില്ലെന്ന്. അതിന് നല്ലത് വക്കീൽ ജോലി തന്നെയാ. ഞാൻ തിരുവനന്തപുരത്ത് പോകുന്ന സർക്കാർ ഉദ്യോഗവും തമ്മിൽ എന്താണ് ബന്ധം? നീ തിരുവനന്തപുരത്ത് പോണ അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കുമല്ലോ. അതെന്തായാലും കൊള്ളാം. തിരുവനന്തപുരത്തേക്ക് പോകുന്നവരൊക്കെ സർക്കാർ ജോലി അന്വേഷിച്ചു പോകുന്നവരാണോ? മോഹനേട്ടാ, ആദ്യത്തെ 1 മിനിറ്റ് ഞാൻ വിശ്വസിച്ചു ജോലി കൂടുതൽ കൊണ്ട് മോഹനേട്ടൻ സർക്കാർ ജോലിയെ കുറ്റം പറഞ്ഞതാണ് എന്ന്. പക്ഷെ ആ പറഞ്ഞതിനെ ഒരുപാട് ന്യായീകരിച്ചപ്പോൾ എനിക്ക് കാര്യം പിടികിട്ടി. ഞാൻ ടെസ്റ്റ് എഴുതാൻ പോകുന്ന കാര്യം മോഹനേട്ടൻ അറിഞ്ഞു എന്ന്. അത് ഉറപ്പിക്കാനാണ് ഉത്തമനെ കണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. അപ്പൊ ആദ്യം പറഞ്ഞു കണ്ടു, ഇല്ല ഞാൻ കണ്ടില്ല എന്ന് സാറ് പറഞ്ഞു. പക്ഷെ തിരുവനന്തപുരത്തിന് പോകുന്ന കാര്യം പറഞ്ഞപ്പോ മോഹനേട്ടന്റെ ഉള്ളിലിരിപ്പിങ് പുറത്തു പോകുന്നു. ടെസ്റ്റ് എഴുതാനാണ് ഞാൻ പോകുന്നതെന്ന് മോഹനേട്ടൻ അറിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ ഇതിൽ കൂടെ നീ എന്താ വേണ്ടത്? പറ, ഉത്തമനെ കണ്ടോ? കണ്ടു. എന്തിനാണോ പറഞ്ഞത്? തിരുവനന്തപുരത്ത് പോയി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ എഴുതി എനിക്ക് അവിടെ ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഒറ്റയ്ക്കാവൂന്ന് പേടിച്ചു അല്ലേ? പിന്നെ പേടിക്കായിരിക്കോ? അവിടുന്ന് ഈ ജന്മത്തൊരു സ്ഥലമാറ്റം പോലും കിട്ടില്ല. അതുകൊണ്ട് എന്നെ പരീക്ഷയ്ക്ക് വിടാതിരിക്കാൻ സർക്കാർ സർവീസിനെ മുഴുവനും കുറ്റം പറഞ്ഞു. അതിന് നേരത്തെ പരീക്ഷയ്ക്ക് പോവേണ്ട ഭാമയെന്ന് പറയുന്നതല്ലായിരുന്നു? മോഹനേട്ടൻ പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടന്റെ മനസ്സ് നിറയെ എന്നോടുള്ള സ്നേഹമാണെന്നും എന്നെ കാണാതിരിക്കാൻ മോഹനേട്ടനെ പറ്റില്ല എന്നും എനിക്ക് മനസ്സിലാവില്ലേ? അത് വില്ലേജ് ഓഫീസറെ കുറച്ചില്ലല്ലേ? എന്റെ കൊരങ്ങ വില്ലേജ് ഓഫീസറെ. അങ്ങനെ പരീക്ഷ എഴുതി ജയിച്ച് ജോലി വാങ്ങി ഞാനങ്ങ് പോവോ? എല്ലാരും അപേക്ഷ കൂടുതല് ഒരു തമാശക്ക് ഞാനും അപേക്ഷ കഴിച്ചു. അത്രേ ഉള്ളു കാര്യം. ആ പരീക്ഷ എന്റെ പട്ടി പോവും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം എന്താണെന്നറിയോ? എന്താ? ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും മോഹനേട്ടനോട് വഴക്കുണ്ടാക്കണമെന്ന്. ഞാൻ തിരുവനന്തപുരത്ത് മോഹനേട്ടൻ ഇവിടെ ആയിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പൊ നീ പോകുന്നില്ല തീരുമാനിച്ചു? പിന്നെ ആ റവന്യൂ വകുപ്പിലെ LD ക്ലാർക്കിന്റെ ടെസ്റ്റ് എഴുതിയാലോ? അല്ല, അതാവുമ്പോ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നല്ലേ എളുപ്പം. വേണ്ട, പ്രശ്നം തീർന്നല്ലോ. ഇവരിങ്ങനെയാണ്. വാശിയും മുൻകോപവും മുഖമുദ്രയാക്കിയ വില്ലേജ് ഓഫീസറും പിടിവാശിക്കാരിയായ വക്കീലും പരസ്പരം എത്ര തോൽപ്പിക്കാൻ നോക്കിയാലും ഒടുവിൽ അവർ കൊച്ചുകുട്ടികളെ പോലെ കൂട്ടുകൂടികളെയും. ഇങ്ങനെ സ്നേഹിക്കാനും സ്നേഹിച്ച് വഴക്കുണ്ടാക്കാനും പറ്റുന്ന ഈ ദമ്പതികൾക്ക് ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തേക്ക് വിടാം.